നമസ്കാരം. മറ്റ് ജില്ലകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും പാർട്ടി നേതൃത്വത്തിനെതിരെയും ഉണ്ടായതിനേക്കാൾ അതിശക്തമായ വിമർശനമാണ് തിരുവനന്തപുരം ജില്ലയിൽ നേരിടേണ്ടി വന്നതിൽ CPMന്റെ സംസ്ഥാന നേതൃത്വം ഞെട്ടി നിൽക്കുകയാണ്. സർക്കാരിൽ മാത്രമല്ല പാർട്ടി നേതൃത്വത്തിലും മാറ്റം വേണമെന്ന് ജില്ലയിലെ നേതാക്കൾ ആവശ്യപ്പെട്ടത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ പോലും ആശങ്കപ്പെടുത്തിയിരിക്കുകയാണ്. പാർട്ടി നേതാക്കളുടെ വഴിവിട്ട ബന്ധങ്ങളും വിമർശന വിധേയമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഒരിടവേളയ്ക്ക് ശേഷം CPM ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുണ്ടാകുന്നത്. ഡൽഹിയിൽ CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ പോകേണ്ടി വന്നതിനാൽ ജില്ലാ കമ്മിറ്റിയിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പങ്കെടുക്കാനായില്ല. സാധാരണയായി ജില്ലയിലെ പാർട്ടി യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുന്നതാണ് പതിവ്. സെക്രട്ടറിയുടെ അഭാവവും അംഗങ്ങൾ വിമർശനമായി ചൂണ്ടിക്കാട്ടി. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് തൃപ്തിയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വെറുപ്പിക്കൽ ശൈലി, EP ജയരാജൻ്റെ വഴിവിട്ട ബന്ധങ്ങൾ, ചില മന്ത്രിമാരുടെ ധാർഷ്ട്യം, വിമർശനങ്ങൾ ഇങ്ങനെ നീണ്ടുപോവുകയാണ്. ചില വിമർശനങ്ങളൊക്കെ അതിരി കടന്നുവന്ന യോഗത്തിൽ ആദ്യവസാനം പങ്കെടുത്ത പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ചർച്ചയ്ക്കുള്ള മറുപടിയിൽ പറഞ്ഞൊതുക്കിയെങ്കിലും നേതൃത്വത്തിന് അങ്ങനെ തള്ളാവുന്ന ആക്ഷേപങ്ങളല്ല ചർച്ചയിലുണ്ടായത്. മന്ത്രിമാരായ വീണ ജോർജും മുഹമ്മദ് റിയാസും ഏറെ വിമർശിക്കപ്പെട്ടു. കടകംപള്ളി സുരേന്ദ്രൻ്റെ അനുയായികളാണ് ആക്കുളം കായലിൻ്റെ മറവിൽ റിയാസിനെതിരെ ആഞ്ഞടിച്ചത്. മന്ത്രി വീണ ജോർജ് CPM മന്ത്രിയാണോ എന്ന് പോലും സംശയമുണ്ടെന്ന് അംഗങ്ങൾ പറഞ്ഞു. മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും യോഗത്തിൽ വിമർശിക്കപ്പെട്ടു. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ EP ജയരാജനെതിരെ വലിയ വിമർശനമുണ്ടായി. നേതാക്കളിൽ വഴിവിട്ട വലിയ ബന്ധമുള്ള ആളാണ് ജയരാജനെന്നും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോകുന്ന ഈ നേതാവിനെ ആർക്കു വേണ്ടിയാണ് ഇനിയും ഇങ്ങനെ ചുമക്കുന്നതെന്നുമായിരുന്നു ഒരംഗത്തിൻ്റെ ചോദ്യം. ജില്ലയിൽ പാർട്ടി വോട്ടുകളിൽ വലിയ ചോർച്ച ഉണ്ടായെന്ന വിമർശനം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഉയർന്നിരുന്നു. മുഖ്യമന്ത്രിയുടെയും മറ്റു ചില മന്ത്രിമാരുടെയും വീടുകളിൽ നിത്യസന്ദർശകരായിട്ടുള്ള ചില പ്രമാണിമാരുടെ വിവരങ്ങൾ യോഗത്തിന് ശേഷം വിമർശിച്ചവർ തന്നെ M സ്വരാജിനോട് പറഞ്ഞതായിട്ടാണ് വിവരം. നിലവിലെ വോട്ടിംഗ് നില പരിശോധിച്ചാൽ കോർപ്പറേഷൻ ഭരണം നഷ്ടമാകാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെയുണ്ടായാൽ അതിന് ഉത്തരവാദി മേയർ ആര്യ രാജേന്ദ്രൻ തന്നെയാകുമെന്നാണ് പല നേതാക്കളും ചൂണ്ടിക്കാട്ടിയത്.